ചൂട് കൂടിയതോടെ ജില്ല കാട്ടുതീ ഭീഷണിയിൽ. മലയോര മേഖലയിലെ ഉപയോഗശൂന്യവും അല്ലാത്തതുമായി കിടക്കുന്ന പറമ്പുകളിൽ ഏത് നിമിഷവും അഗ്നിബാധ ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പുമായി ഫയർഫോഴ്സ്. ജനങ്ങൾ ജാഗ്രത പുലർത്തുകയും ഒപ്പം കാട്ടുതീ തടയാൻ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ്. വേനൽ ചൂട് കൂടിയതോടെയാണ് മലയോര മേഖലയിൽ കാട്ടുതീ ഭീഷണി ഉയർന്നിരിക്കുന്നത്. വനമേഖലയിലടക്കം ഇപ്പോൾ കാട്ടുതീ രൂപപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായി തുടങ്ങി. മരങ്ങളും കല്ലുകളും പരസ്പരം ഉരഞ്ഞും മറ്റും കാട്ടുതീ ഉണ്ടാകുന്നതിനൊപ്പം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും വലിയ അഗ്നിബാധയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കും കേരള ഫയർഫോഴ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ മലകളിലും അതോടൊപ്പം തന്നെ വിജനമായ സ്ഥലങ്ങളിലും പുല്ലുകൾ ഉണങ്ങാനും പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഈ പുല്ലുകൾക്ക് തീയിടുകയോ അല്ലെങ്കിൽ സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിയുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. തീ കത്തുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുക. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുന്നുണ്ട്. എല്ലാ ജനങ്ങളും ആ കാര്യത്തെ ശ്രദ്ധിക്കുക. വലിയ അപകടമാണ് ഉണ്ടാവുക. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നവർ അവരുടെ ചുറ്റുമുള്ള ഉണക്ക കരിയിലകൾ അതുപോലുള്ള അത്തരത്തിൽ തീ പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതും തീ പിടിച്ചാൽ തന്നെ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇത്തരത്തിലുള്ള തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പോകേണ്ടിയുള്ളൂ. കാരണം ഉപയോഗശൂന്യമായി കിടക്കുന്ന പറമ്പുകളിൽ കരിഞ്ഞ പുല്ലുകളിൽ തീ പടരാനുള്ള സാഹചര്യം പൊതുജനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഒപ്പം അനാവശ്യമായി തീയിടുന്നതും സിഗരറ്റ് കുറ്റികളും മറ്റും വലിച്ചെറിയുന്നതും വലിയ അഗ്നിബാധയിലേക്ക് നയിച്ചേക്കാം. കൃഷിയിടങ്ങളിലെല്ലാം ഫയർ ലൈനുകളിൽ തെളിച്ചിടുന്നത് അഗ്നിബാധ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകും. ഇതോടൊപ്പം ഒറ്റപ്പെട്ട് കഴിയുന്നവർ ചുറ്റുപാടും തീ പടരാൻ സാധ്യതയുള്ളതിനാൽ ഉണക്കമരങ്ങളും പുല്ലുകളും ഒഴിവാക്കണം. ഒപ്പം ഫയർ ബീറ്റുകൾ പോലെയുള്ള തീ കെടുത്താൻ ആവശ്യമായ സാമഗ്രികൾ കരുതുന്നത് സ്വയരക്ഷയ്ക്ക് സഹായകരമാവും. കൂടാതെ ട്രക്കിങ്ങിനും മറ്റും പോകുന്നവർ ഫയർ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലെ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. തീയോടൊപ്പം ഉയരുന്ന പുകയും അപകടകാരിയാണ്. കൂടാതെ മലമുകളിലും തീ പടരുമ്പോൾ വലിയ പാറക്കഷ്ണങ്ങൾ താഴേക്ക് ഉരുണ്ടുവരുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തീ പടരുന്ന സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കണം. ഏതു സാഹചര്യത്തിലും 101 വിളിക്കാമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതോടൊപ്പം മലമുകളിലും മലഞ്ചെരിവുകളിലും ഉണ്ടാകുന്ന അഗ്നിബാധ നിയന്ത്രിക്കുന്നത് ഏറെ ശ്രമഫലമായിട്ടാണ്. കഴിഞ്ഞ ദിവസം അയ്യപ്പൻകോവിൽ തോണിത്തുടി പമ്പ് ഹൗസിന് സമീപം അഗ്നിബാധയുണ്ടായി. പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.